ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായ ഒട്ടേറെ വസ്തുതകൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോൺ നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പ്രിയപ്പെട്ട ഡെന്നിസ് ജോയ് സാറിന്, ഞാൻ തൃശ്ശൂരിൽ 30 സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് 2800 സ്ക്വയർ ഫീറ്റിൽ ഒരു പ്ലാനും വരച്ചു. ഇതിലെന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് ദയവായി പറഞ്ഞു തരണം. സാറിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം ഫൈനൽ ചെയ്യുവാനാണ്. ഈ സ്ഥലത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ദയവായി മറുപടി തന്ന് സഹായിക്കണം. ദേവാനന്ദ്, ഇരിങ്ങാലക്കുട. നമ്മളെ നേരത്തെയുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പം അത് വീട് വെക്കാനുള്ള സ്ഥലം അതിന് 4 മൂലകൾ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം 5 മൂലകളോളം ഉണ്ട് ഈ ഒരു നമ്മുടെ ഈ പ്ലോട്ടിന് വേണ്ടി. അപ്പം ഇവർ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിനകത്ത് വീട് വെക്കാനുള്ള നമ്മുടെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നുള്ളത് ഇവർ വ്യക്തമായിട്ടുള്ളൊരു ധാരണ എത്തുക. അതനുസരിച്ചുള്ളൊരു പ്ലാൻ വരച്ചിട്ട് ഈ വസ്തു സ്ക്വയർ ആക്കിയ ശേഷം വേണം ഇതിനകത്ത് ഇവർ വീട് വെക്കുവാനായിട്ട്. അല്ലെങ്കിലുള്ള കുഴപ്പം വെച്ചാൽ ഇപ്പോഴത്തെ ഇവിടെ നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, അതുപോലെ പ്രശസ്തിയുടെ ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം ചില ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങൾ, അതുപോലെ ഇതിനകത്ത് താമസിക്കുമ്പോൾ നല്ലൊരു ഇമേജ് ഉണ്ടാവണമെന്നില്ല. കാരണം ചില അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബാഡ് ലക്ക് ഇമേജുകളായിരിക്കും. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആരും നമ്മളെ അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് താമസിക്കുമ്പോഴത്തേക്ക് ഇവരെ ബാധിച്ചു തുടങ്ങും. അപ്പോൾ ഇവരെ ഇതൊരു സ്ക്വയർ ആക്കി ചെയ്യുവാണെങ്കിൽ ഈ ഒരു ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറി കിട്ടുകയും ചെയ്യും. അതുപോലെ ഇതിനകത്ത് 150 സെൻറ്റിമീറ്റർ കൂടി കൂട്ടി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത് 81 കോലിൽ വരത്തുള്ളൂ. അതുപോലെ 81 കോലാണ്, 16 വിരൽ വരും, തിരുവാതിര നക്ഷത്രമാണ്, അതുപോലെ യൗവനമാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലാണ്. അത് വൃഷയോനിയിൽ വരികയും ചെയ്യും. അപ്പോൾ ഇനി ഇവർ ചെയ്യുമ്പം ഈ ചുറ്റളവ് ഈ ഒരു കണക്കിലേക്ക് ഇവർ മാറ്റിയെടുക്കണം. അതുപോലെ മെയിൻ ഡോറ് നോർത്ത് വെസ്റ്റിൽ ആക്കിയെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ടുള്ള വാതിലിൻ്റെ സ്ഥാനം കൃത്യമാവുകയുള്ളൂ. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് 35 സെൻറ്റിമീറ്ററോട് കൂട്ടിയാൽ ഇത് ബാല്യത്തിൽ വരും. ഈ 35 എന്നുള്ളത് ഒരു 40 ആയെന്ന് വെച്ചിട്ട് ദോഷമൊന്നുമില്ല, പക്ഷേ മിനിമം 35 ആവണം, അതിൽ കുറയാൻ പാടില്ല. ഇപ്പോൾ ഇവരിപ്പം ചെന്ന് ഈ ഒരു പ്ലാൻ ചിലപ്പം കൂട്ടിയെടുക്കണമെന്ന് ആർക്കിടെക്റ്റിനോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രം ഇത് കൂട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 4 സൈഡിൽ നിന്ന് കൂട്ടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുപോലെ നോർത്ത് ഭാഗത്തായിട്ട് ഇതിനകത്ത് ഈ ഒരു വസ്തുവിൽ നോർത്ത് ഭാഗത്തായിട്ട് കിണർ കുഴിക്കുന്നതാണ് ഐശ്വര്യമായിട്ട് കാണുന്നത്. നോർത്ത് ഭാഗത്തായിട്ട് കിണർ കുഴിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. അതുപോലെ നോർത്ത് ഭാഗത്ത് കുഴിക്കുമ്പോൾ ഇവർ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ യമസൂത്രം മുറിഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു രീതിയിൽ മാത്രമേ ഇവർ കുഴിക്കാൻ പാടുള്ളൂ. അതേപോലെ ഇവർ സെപ്റ്റി ടാങ്ക് ചെയ്യുമ്പം ഈ ഒരു കോമ്പൗണ്ടിന് പുറത്താക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ കുറേ കോണുകളുള്ള ഭൂമിയാണ്. അപ്പം നമ്മളിത് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് കുറേ ഭൂമിക്ക് വെളിയിലായിട്ട് കുറേ എങ്കോണിപ്പുകൾ എന്തായാലും ഉണ്ടാവും നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ കഴിഞ്ഞ ശേഷം. അപ്പം സെപ്റ്റി ടാങ്ക് അതിനെ പുറത്താക്കുവാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൽ സെപ്റ്റി ടാങ്കിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനമായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് പോർഷനിലാണ്. കാരണം നോർത്ത് ഈസ്റ്റ് പോർഷനിൽ ഇത്രയും വെയിറ്റ് വരുന്നതിനേക്കാളും ഏറ്റവും ഗുണം ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് പോർഷനിലായിട്ട് സ്റ്റെയർ കേസ് ആക്കുക. അപ്പോൾ സൗത്ത് ഈസ്റ്റ് പോർഷനിൽ നിന്ന് നേരെ തെക്കോട്ട് കയറി വീണ്ടും പടിഞ്ഞാറോട്ട് കയറി വീണ്ടും വടക്കോട്ട് കയറത്തക്കൊണ്ട് ക്ലോക്ക് വൈസിലാക്കുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്ന് ഈ സ്റ്റെയർ കേസ് നമ്മൾ സൗത്ത് ഈസ്റ്റിലാക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കുറേ സ്പേസ് കിട്ടും. അപ്പോൾ ആ ഒരു ഭാഗത്ത് പൂജാമുറി സെറ്റ് ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മുകൾ നിലയിൽ നമ്മൾ ചെയ്യുമ്പം ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കുറച്ച് ഭാഗം ഒരു ബാൽക്കണിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടായിട്ട് ഇടുവാണെങ്കിൽ ആ ഭാഗത്ത് വെയിറ്റ് കുറയുന്നതിന് വാസ്തുവിന് ബലം കൂടുന്നതിന് അത് കാരണമാകും. അതുപോലെ സൗത്ത് വെസ്റ്റിലുള്ള ബാൽക്കണി പൂർണ്ണമായിട്ട് മാറ്റും. കാരണം ഇത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടാണ്. അപ്പം വീടിൻ്റെ ഫ്രണ്ടിലൊരു ലുക്ക് കിട്ടാനായിട്ട് ഇവർ താഴത്തെ ബെഡ്റൂമിൻ്റെ മുകൾ നിലയിലായിട്ട് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സൗത്ത് വെസ്റ്റിൽ ഭാഗത്തുള്ള ആ ഒരു ബാൽക്കണി ഇല്ലാതിരിക്കുന്നതാണ് ഇവർക്ക് വാസ്തു സംബന്ധമായിട്ട് കുറച്ചുകൂടി ഗുണഫലങ്ങൾ കിട്ടാനേ അത് കാരണമാകുന്നത്. അതുകൊണ്ട് സൗത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ബാൽക്കണി പൂർണ്ണമായിട്ടും മാറ്റുക. അത് ബെഡ്റൂമിൻ്റെ ഒരു പോർഷനായിട്ട് തന്നെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതുമായിട്ടുള്ള വൃത്തികേട് കംപ്ലീറ്റ് മാറിക്കിട്ടും, വാസ്തുവിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുകയും ചെയ്യും. അതുപോലെ സ്ഥലത്തിന് ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട്. അത് കല്ലിടുന്നതിന് മുമ്പ് ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ സമീപിച്ച ശേഷം അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്തു പോവുകയാണെങ്കിൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതുപോലെ ഇതിനകത്ത് ഈ വസ്തു ഒരു ഷേപ്പ്ലെസ് ആയിട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ്. അത് ഒരു ചതുരമോ സമയതരമോ ആക്കി മാറ്റിയ ശേഷം മാത്രമേ നമ്മൾ കല്ലിട്ട് ഫൗണ്ടേഷൻ കെട്ടി തുടങ്ങാവൂ.
ഇപ്പം വീട്ടിൽ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പിന്നീട് ഉണ്ടാകുന്ന ഒരു പ്ലാൻ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഒരു റൂമിൽ തയ്യൽ കടയോ അല്ലെങ്കിൽ സ്റ്റേഷനറി സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കടയോ ഒക്കെ ആയിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ബിസിനസ്സിലേക്ക് അത് വഴിമാറുമ്പോൾ വീടിൻ്റെ കണക്കും ഇതുമായിട്ട് വ്യത്യാസം വരുമോ? അല്ലെങ്കിൽ ഇല്ല, ഇപ്പം നമ്മൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന പലരും ഉണ്ട്. കാരണം വെച്ചാൽ ഒരു വീട് പണിഞ്ഞ ശേഷം അതിൻ്റെ കൂടി ഒരു കടമുറിയൂടെ കൂട്ടിയെടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ കട ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ അത് ചെയ്യുമ്പോഴും മതിൽ കെട്ടാനുള്ള സ്പേസ് വിടണം. അത് മുകളിലോട്ട് വേണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഭൂമിക്കടിയിൽ ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിരിക്കണം. പക്ഷേ കടയുടെ അളവും അതിൻ്റെ ചുറ്റളവും നമ്മുടെ വീടുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ചുറ്റളവെല്ലാം വാസ്തുവിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ തുടങ്ങാവൂ. എങ്കിലേ നമുക്ക് ആ ഒരു കട കൊണ്ട് നമുക്ക് ഗുണഫലങ്ങൾ കിട്ടുകയുള്ളൂ. ഇപ്പം ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് കടയാണ് ഫ്രണ്ടിൽ, അതിനോട് ചേർന്നാണ് വീട്. പക്ഷേ നമുക്ക് ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുവായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് പോരായ്മകൾ എപ്പോഴും കണ്ടുവരാറുണ്ട്. പിന്നെ തീരെ നിവൃത്തിയില്ല, നമ്മൾ വെച്ച് പോയതാണ് എന്നുണ്ടെങ്കിൽ, നേരത്തെ പണിഞ്ഞ് പോയതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ചെയ്യാവുന്ന ആകെ ഒരു പ്രതീതി എന്ന് വെച്ചാൽ ചൈനീസ് വാസ്തുവിൻ്റെ എലമെൻറ്റ് വെച്ച ശേഷം വീടിൻ്റെ അകം നമുക്ക് എനർജൈസ് ചെയ്യുക. അപ്പം വീടിന് വെളിയിലുള്ള വീടിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങുന്ന വാതിൽ വാസ്തുവിൻ്റെ എലമെൻറ്റുകളൊക്കെ വെച്ചിട്ട് നെഗറ്റീവ് ഊർജ്ജം കടന്നു വരാതിരിക്കത്തക്കോണം നമുക്ക് റിഫ്ലക്ഷനൊക്കെ ചെയ്ത ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരുപാട് വളഞ്ഞ വഴിയാണ്. പക്ഷേ നമ്മൾ പുതിയ വീടും അല്ലെങ്കിൽ കടയോ നമ്മൾ ചെയ്യുമ്പം ഈ ഒരു വാസ്തുവിൻ്റെ ചട്ടക്കൂട്ടിൽ തന്നെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ വരാതെ അത് കാരണമായി തീരും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതം.